പ്രണയിക്കുക എന്നത് ചിലപ്പോൾ നിസ്സാരമായിരിക്കാം, പക്ഷെ ആത്മാർത്ഥമായി ഒരാളെ മാത്രം മനസ്സിൽ 15 വർഷങ്ങൾ അതും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ കൊണ്ട് നടക്കുക എന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമേ അല്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വളരെ പ്യുവറായ 15 വർഷത്തെ ഒരു പ്രണയകഥയാണ്. ആരാണതിലെ ആ ലവ് ബേർഡ്സ് എന്നും അവരുടെ പ്രണയകഥ എങ്ങനെയായിരുന്നു എന്നും ഒടുക്കം എന്താണ് സംഭവിച്ചതെന്നുമെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2021 റിലീസായ മൈ ലവ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് 2021 കാലഘട്ടത്തിലാണ്. ഒരു ഹൈസ്കൂളിലെ സ്വിമ്മിംഗ് കോച്ചാണ് നമ്മുടെ കഥാനായകനായ സുവോ. സുവോയ്ക്ക് അന്നൊരു കത്ത് കിട്ടുന്നു. ആ കത്ത് കിട്ടിയപാടെ സുവോ തന്റെ ഓർമ്മകളിലേക്ക് കടക്കുകയാണ്. സുവോയുടെ സ്കൂൾ കാലഘട്ടത്തിലെ ആ മനോഹരമായ പ്രണയത്തിലേക്ക്. അവളുടെ പേര് യങ്സി എന്നാണ്. അങ്ങനെ ഇവരുടെ മനോഹര പ്രണയകഥ കേൾക്കാനായി നമുക്കൊരു 15 വർഷം പിറകോട്ട് പോകാം. അതായത് 2006 കാലഘട്ടത്തിൽ. പഠനത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു മഹാ ഉഴപ്പനായിരുന്നു സുവോ. കൂട്ടുകാരുമായി തല്ലിപ്പൊളിത്തരം കാണിക്കുക അവന്റെ പ്രധാന പരിപാടിയാണ്. അന്നൊരു ദിവസം അതുപോലെ കുരുത്തക്കേട് കാണിച്ച് വഴക്കുണ്ടാക്കി അടികൊള്ളാതിരിക്കാൻ ഓടുന്ന സമയത്താണ് ആ സ്കൂളിലേക്ക് പുതുതായി പഠിക്കാൻ വരുന്ന യങ്സി എന്ന വിദ്യാർത്ഥിനിയെ സുവോ ആദ്യമായി കാണുന്നത്. രണ്ടുപേർക്കും അന്ന് പ്രായം 17 വയസ്സാണ്. അന്ന് അവിടെ വെച്ച് യങ്സിയെ കണ്ടപാടെ തന്നെ അടിക്കാനായി ഓടി വന്നവരുടെ കാര്യമൊക്കെ സുവോ ആകെ പടം മറന്നു. അവൻ അവിടെ സ്റ്റക്കായി നിൽക്കുകയും തുടർന്ന് പിറകെ വന്നവർ അവനെ വളഞ്ഞിട്ട് അടിക്കുകയും ചെയ്യുന്നു. അടി കൊള്ളുമ്പോഴും അവൻ ചിരിച്ചോണ്ട് അതിലൂടെ നടന്നു പോകുന്ന യങ്സിയെ തന്നെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. തുടർന്ന് സ്കൂളിൽ വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ മിസ് അവനെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് പണിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യങ്സിയുടെ വരവ്. അവൻ ആ ടീം മുന്നേ നമ്മൾ വെളിയിൽ വെച്ച് കണ്ടില്ലേ, എന്നെ അടിക്കുന്നത് കണ്ടിരുന്നില്ലേ എന്നെല്ലാം അവളോട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൾ അവനെ കാര്യമായി പരിഗണിക്കുന്നേ ഇല്ല. എന്തായാലും പുതിയ വിദ്യാർത്ഥിനിയായ യങ്സിയുടെ പുറകെ ഫസ്റ്റ് സൈറ്റ് ലവ് എന്ന് പറഞ്ഞ് സുവോ മാത്രമല്ല നടക്കുന്നത്. ആ സ്കൂളിലെ ഒട്ടുമിക്ക പേരും അവളുടെ പിറകെ തന്നെയാണ്. അവൾ എവിടെ പോയാലും നിഴല് പോലെ പോകുന്നതും അവൾ അറിയാതെ അവളുടെ ഫോട്ടോ എടുക്കുന്നതും ഒക്കെ അവർ പതിവാക്കുന്നു. അവൾക്കാകട്ടെ ഇതിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. സുവോയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അവൾ. പഠിക്കാനും ഇഷ്ടമാണ്, ഒപ്പം എക്സ്ട്രാ കരിക്കുലറായി അവൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിലും താല്പര്യമുണ്ട്. ഇവൾ തന്റെ അതേ ക്ലാസ്സിൽ പഠിക്കാൻ വന്നത് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു സുവോയ്ക്ക് കൊടുത്തത്. അവൻ അതുകൊണ്ട് തന്നെ സ്കൂളിൽ അവളെ സർവ്വസമയവും പിന്തുടർന്ന് നടക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ സ്കൂളിലെ മറ്റൊരു പോപ്പുലർ പയ്യനായ ഷാർക്ക് എന്ന പയ്യൻ യങ്സിയുടെ അടുത്തേക്ക് വരുന്നത്. ഷാർക്ക് ആ ഒരു സ്കൂളിലെ സ്വിമ്മിംഗ് ടീമിന്റെ ലീഡറാണ്. ഇപ്പോൾ സ്വിം ചെയ്ത് നേടിയ കപ്പ് അവളുടെ മുന്നിൽ കാണിച്ച് ഷൈൻ ചെയ്ത് അവൻ അവളെ ഡേറ്റിന് ക്ഷണിക്കുമ്പോൾ അവൾ അത് നിരസിക്കുന്നു. അതോടുകൂടി അവന് വലിയ ദേഷ്യമാവുന്നുണ്ട്. എങ്ങനെ ഇവളോട് പ്രതികാരം വീട്ടി ഇവളെ വളച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തുടർന്ന് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യങ്സി ആകട്ടെ ഇവന്മാരുടെ ശല്യത്തെക്കാളും സുവോ പുറകെ നടക്കുന്നതാണ് തനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. അവൻ ആള് കുറച്ച് ഡീസന്റ് ആണ് ഇവരെക്കാളും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പിന്നീട് അവനെ അവൾ കമ്പനിക്ക് പുറത്തേക്ക് പോകാനായി വിളിക്കുന്നു. അവളിങ്ങനെ പുറത്തോട്ട് വിളിക്കുമ്പോൾ ഡേറ്റിനാണോ എന്ന് ഇവൻ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ആയിരുന്നില്ല. അവൾ സ്കൂളിന് അടുത്തായിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പുറകെ മറ്റാരും വന്ന് ശല്യം ചെയ്യാതിരിക്കാനായി ഇവനെ വിളിക്കുന്നതാണ്. എന്തായാലും ഇവരിങ്ങനെ ഒന്നിച്ച് കമ്പനി അടിച്ച് നടക്കുന്നത് കാണുന്ന ഷാർക്കിനും കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവർക്കിട്ടൊരു പണി കൊടുക്കാനായി സുവോയെ താനുമായി ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടത്താനായി ഷാർക്ക് വെല്ലുവിളിക്കുന്നു. മത്സരത്തിൽ താൻ തോറ്റു കഴിഞ്ഞാൽ താൻ പിന്നെ യങ്സിയുടെ പിറകെ നടക്കില്ലെന്ന് പറയുന്ന ഷാർക്ക് മത്സരത്തിൽ സുവോ തോറ്റു കഴിഞ്ഞാൽ യങ്സി തന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പണി പാളുപോയെന്ന് യങ്സിക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഞാനത് ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞ് സുവോ മത്സരത്തിന് തയ്യാറാവുന്നു. അങ്ങനെ മത്സരം നടന്ന് അവസാനിക്കുമ്പോൾ പരമാവധി കഷ്ടപ്പെട്ട് നീന്തി ഫസ്റ്റ് പൊസിഷനിലെത്താനായി സുവോ ശ്രമിച്ചെങ്കിലും അവൻ എത്തി നിൽക്കാൻ സാധിക്കുന്നത് 3rd പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ അവൻ തോൽക്കുകയും ഷാർക്ക് ജയിച്ചതുകൊണ്ട് അവന്റെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു. ശരിക്കും ഷാർക്ക് തന്നെ യങ്സി ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത്, യങ്സി തന്റെ പേരെഴുതിയ ബാനർ ഡ്രസ്സിന്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യണമെന്നതായിരുന്നു. അവളാകട്ടെ അത് ചെയ്യുകയും ചെയ്യുന്നു. അവൾക്ക് പക്ഷെ അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ തോറ്റിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യിച്ചല്ലോ എന്നൊരു കുറ്റബോധം സുവോയ്ക്കും വരുന്നില്ല. രണ്ടുപേരും ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ആ തോൽവി അങ്ങ് ആസ്വദിക്കുന്നു. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം യങ്സി സ്കൂളിൽ വരുന്നില്ല. ഇവളിത് എവിടെ പോയിന്ന് ടെൻഷൻ ആവുന്ന അവൻ അന്ന് സ്കൂൾ കഴിഞ്ഞ് അവളെ അന്വേഷിച്ചിറങ്ങുന്നു. അവളുടെ താമസ സ്ഥലത്തേക്ക് അവൻ ചെല്ലുമ്പോൾ കാണുന്നത് അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ ആകെ തരിപ്പണമായി കിടക്കുന്നതാണ്. കാര്യം അന്വേഷിക്കുമ്പോൾ യങ്സിയുടെ അച്ഛൻ ഒരു കള്ളുകുടിയനാണെന്നും അയാൾ ഇങ്ങനെ കള്ളു കുടിച്ച് ബഹളം വെക്കുന്നത് കൊണ്ട് കാലാകാലങ്ങളായി യങ്സിയും അമ്മയും അയാളിൽ നിന്ന് രക്ഷപ്പെടാനായി പലയിടങ്ങളായി മാറി താമസിക്കുന്നുവെന്നും പക്ഷെ എല്ലായിടത്തും കണ്ടുപിടിച്ചു വന്ന് ഇതുപോലെ പ്രശ്നമുണ്ടാക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ഷാർക്കിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഇവർ തമ്മിൽ കമ്പനി അടിച്ച രണ്ടുപേരും നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. യങ്സിക്ക് ആ സ്കൂളിലുള്ള ഏറ്റവും വലിയ കൂട്ട് സുവോ ആണെന്ന് തന്നെ പറയാം. അവൻ ഇവളുടെ അവസ്ഥ കണ്ട് വല്ലാത്ത സങ്കടം വരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അടുത്ത ദിവസം അവളെ കണ്ട് സമാധാനിപ്പിക്കണം എന്നവൻ ചിന്തിച്ചിരിക്കുമ്പോൾ അന്നും അവളെ കാണാൻ കഴിയുന്നില്ല. മറിച്ച് അവളുടെ ഫോൺ കോൾ വരുന്നു.
പറയുന്നു. ഇത് നമ്മൾ അവസാനമായി സംസാരിക്കുന്നതായിരിക്കാം, ഞങ്ങൾ ഇവിടെ വിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുമ്പോഴേക്കും ഇവള് പറഞ്ഞത് ഡൈജസ്റ്റ് ആവാൻ തന്നെ കുറച്ച് സമയം വേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ അവൻ അവളെ കാണാനായി പുറപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും കാണാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും അവളും അമ്മയും ഈ കള്ളുകൂടിയനായ അച്ഛന്റെ ശല്യം കാരണം ഇവിടം വിട്ടും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എത്ര അന്വേഷിച്ചിട്ടും നിരാശ മാത്രമാണ് ഫലം. അവളെ കണ്ടതേയില്ല. അങ്ങനെ യങ്സിയെ കാണാതെ സുവോയുടെ ജീവിതത്തിൽ 3 വർഷങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ ഒരു കഫേയില് ഇന്റർനെറ്റ് ഓപ്പറേറ്ററായാണ് സുവോ ജോലി ചെയ്യുന്നത്. പഠനത്തിലൊന്നും തീരെ താല്പര്യമില്ലാത്തവൻ സ്കൂള് കഴിഞ്ഞ പിന്നെ പഠിക്കാനായിട്ടൊന്നും പോയിട്ടില്ല. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും അവന്റെ ഉള്ളില് ഫോക്കസ്ഡ് ആയി മാറി മറിയാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അത് യങ്സിയോടുള്ള ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുവോയുടെ ഒരു സുഹൃത്ത് അവനെ കണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ഈ സുഹൃത്ത് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന അതേ യൂണിവേഴ്സിറ്റിയുടെ ചില ഫോട്ടോസ് ഒക്കെ കാണിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആ ഫോട്ടോയിൽ ഒരെണ്ണത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവൻ നല്ല പരിചയമുള്ള ഒരാളെ കാണുന്നു. സൂം ചെയ്ത് നോക്കുമ്പോൾ അത് ആരാ? നമ്മുടെ യങ്സി തന്നെ. അവൻ വളരെ ഹാപ്പി ആവുന്നു. ഇവള് ഈ യൂണിവേഴ്സിറ്റിയിലായിരിക്കാം പഠിക്കുന്നതെന്ന് കരുതി അവൻ വേഗം തന്നെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുന്നു. അച്ഛനോടും അമ്മയോടും, അച്ഛമ്മേ എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകണം, ഞാൻ ഇന്ന് തൊട്ട് പഠിക്കാനും നന്നാവാനും തീരുമാനിച്ചു എന്ന് അവൻ തട്ടിവിടുമ്പോൾ തന്റെ മകൻ നന്നായെന്ന സന്തോഷത്തിലായിരുന്നു അച്ഛനും അമ്മയും. ഒടുക്കം ഇവന് നല്ല ബുദ്ധി തോന്നിയല്ലോ, പഠിക്കാൻ തീരുമാനിച്ചല്ലോ എന്നവർ ആശ്വസിക്കുമ്പോൾ ഇവന്റെ നോട്ടം അപ്പോഴും പഠിത്തത്തിലല്ല യങ്സിയിലാണെന്ന് അവരറിയുന്നില്ലല്ലോ. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്നു പഠിച്ച് ആ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള എൻട്രൻസ് എക്സാം പാസ്സായി അഡ്മിഷൻ മേടിച്ച് അവിടെ വിജയശ്രീലാളിതനായി ചെല്ലുമ്പോഴാണ് അവനിട്ടുള്ള അടുത്ത പണി. അത് മറ്റൊന്നുമല്ല, അവന്റെ മനസ്സ് കവർന്നെടുത്ത യങ്സിയുടെ മനസ്സ് ഇവിടെ എത്തി വേറൊരാൾ കവർന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ, അവൾക്ക് ഇവിടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അവന്റെ പേര് ചെൻ എന്നാണ്. യൂണിവേഴ്സിറ്റി സോക്കർ ടീമിന്റെ ക്യാപ്റ്റനാണ് ചെൻ. ആ ഒരു സോക്കർ ടീമിനെ ആവേശം കൊള്ളിക്കുന്ന ചിയർ ടീമിന്റെ ലീഡറാണ് യങ്സി. എന്തായാലും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അവളെ എങ്ങനെയും തന്റെ അടുത്തേക്ക് കൊണ്ടുവരും എന്ന തീരുമാനത്തിൽ അവൻ അവളുമായി അടുക്കാനായി അവൾ ലീഡറായിരിക്കുന്ന ചിയർ ടീമിൽ ചെന്ന് ചേരുന്നു. ഈ ചിയർ ടീമിൽ ഉള്ളത് മൊത്തം പെൺകുട്ടികളാണ്. അതിന്റെ ഇടയിൽ ഇവൻ മാത്രം ഒരു ആൺതരി. അതുകൊണ്ട് ഇവനെ ഇങ്ങനെ കാണുന്ന കുട്ടികളൊക്കെ അവനെ ശരിക്കിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന് അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ ഇവിടെ വെച്ച് ഇവരുടെ സൗഹൃദം വീണ്ടും പുതുക്കപ്പെടുന്നു. മുന്നേ സ്കൂളിൽ വെച്ച് സുവോ യങ്സിയെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും അവള് തിരിച്ച് അവനോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും അതുപോലെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് അവള് പെരുമാറുന്നത്. അങ്ങനെ ഇരിക്കെ രണ്ടുപേരും ഒന്നിച്ച് റോഡിലൂടെ നടന്നു വരുമ്പോ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പിടിവലി നടക്കുന്നത് കാണുന്നു. ആ സ്ത്രീയെ പോക്കറ്റ് അടിക്കുകയാണ് അയാളെന്ന് കരുതി ഇവർ ആ സ്ത്രീയെ സഹായിച്ച് അയാളെ പഞ്ഞിക്കിടുന്നു. പിന്നീട് പോലീസ് വന്ന് പിടിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് അറിയുന്നത് ഇവർ നിരപരാധിയാണെന്ന് കരുതി സഹായിച്ച ആ സ്ത്രീയായിരുന്നു യഥാർത്ഥത്തിലെ കള്ളിയെന്ന്. ആ സ്ത്രീയുടെ കൂടെ ചേർന്ന് അയാളെ കയ്യേറ്റം ചെയ്തതിനും കക്കാൻ ആ സ്ത്രീയെ സഹായിച്ചു എന്നും ആരോപിച്ച് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തായാലും അതോടുകൂടി ഇന്നത്തെ കാലത്ത് മനുഷ്യത്വത്തിന്റെ പേരിൽ പോലും ഒരു സഹായം ചെയ്യാൻ പാടില്ല എന്ന് അവരും പഠിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇവളുടെ പിറന്നാള് വന്നെത്തുന്നത്. അവളെ ബർത്ത്ഡേ വിഷ് ചെയ്യാനൊക്കെ ഫോൺ ചെയ്യുന്ന സുവോ അവളിപ്പോ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ബിസി ആയിരിക്കും, എടുക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ കരുതിയാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷെ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ആ ടീം ഞാൻ വയ്യാതെ ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുക, എന്ത് ചെയ്യാനാ, ചെന്നിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകണ്ടായിരുന്നു, അവൻ എനിക്ക് വേണ്ടി ഫയർ വർക്ക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നേനെ, അതെല്ലാം ഞാൻ മിസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇവള് സങ്കടപ്പെടുമ്പോൾ അത് കേൾക്കുന്ന സുവോയുടെ മനസ്സിൽ ലെഡ് പൊട്ടുന്നു. അവൻ വേഗം തന്നെ കുറേ പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവളുടെ ഹോസ്റ്റലിന്റെ അടുത്തേക്ക് പോയി അതെല്ലാം പൊട്ടിച്ച് അവൾക്ക് വളരെ മനോഹരമായ ആകാശ കാഴ്ച ഒരുക്കുന്നു. ചെന്നിനെ പോലെയല്ല, ഇവൻ വളരെ കെയറിംഗ് ആണ്. അവൾ എവിടെയുണ്ടോ അവിടെ എത്തി അവൻ അവൾക്കുള്ള സർപ്രൈസ് നൽകിയത് കണ്ടോ. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ലൈബ്രറിയിൽ വെച്ച് അപ്രതീക്ഷിതമായി ചെന്നും മറ്റൊരു പെൺകുട്ടിയും സംസാരിക്കുന്നത് സുവോ കേൾക്കുന്നത്. അതിൽ നിന്ന് ഇവർ രണ്ടുപേരും റിലേഷനിലാണെന്നും ചെൻ പല ബന്ധങ്ങൾക്കിടയിൽ ഒരു ബന്ധമായിട്ടാണ് യങ്സിയെ കാണുന്നതെന്നും അവളെ പറ്റിക്കുകയാണെന്നും സുവോയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി യങ്സിയോട് സുവോ പറയുന്നുണ്ട്, നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ പറ്റിക്കാണെന്ന്. അത് കേൾക്കുന്ന അവള് വിശ്വസിക്കുന്നില്ല. അല്ല, ദേ അവൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സോക്കർ മാച്ച് കണ്ടോ, അതിൽ ജയിച്ചു കഴിയുമ്പോൾ അവൻ എന്നെ കൂട്ടി ഒരു ട്രിപ്പിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അതിൽ ജയിച്ച് ഞാനുമായി ട്രിപ്പിന് പോകും, അവൻ എന്നെ പറ്റിക്കൊന്നും അല്ലാന്ന് യങ്സി പറയുമ്പോൾ സുവോ എത്ര പറഞ്ഞിട്ടും അവളുടെ തലയിൽ കയറുന്നില്ല. അവള് പറഞ്ഞതുപോലെ അന്നൊരു സോക്കർ മാച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ നന്നായി ഒന്നും തന്നെ ചെൻ പെർഫോം ചെയ്യുന്നില്ല. അവൻ തോക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തോൽക്കാൻ വേണ്ടി തന്നെ പെർഫോം ചെയ്യാണ്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ യങ്സിയും കൂട്ടി ട്രിപ്പിന് പോകണ്ടേ. ഇവൻ മുന്നേ ലൈബ്രറിയിൽ വെച്ച് സംസാരിച്ച പെൺകുട്ടിയുടെ കൂടെ ട്രിപ്പ് പോകാനായി ഇരിക്കുകയാണ്. അതുകൊണ്ട് യങ്സിയെ ഒഴിവാക്കാനായാണ് അവൻ ഈ ഒരു മത്സരത്തിൽ തോക്കാൻ നോക്കുന്നത്. അങ്ങനെ എന്തായാലും യങ്സിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ഈ നടക്കുന്ന കാര്യങ്ങളുടെ പിന്നാമ്പുറ കാര്യങ്ങൾ മനസ്സിലാവുന്ന സുവോ ആകട്ടെ ആ മാച്ചിൽ പങ്കെടുക്കുകയും ആ ടീമിനെ വിജയിപ്പിക്കാനായുള്ള ഗോൾ അടിക്കുകയും ചെയ്യുന്നു. പക്ഷെ വിജയം ആഘോഷിക്കുന്നതിന് പകരം ചെന്നിന് ടൊർണം പൊട്ടിച്ച് അവൻ ആ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതോടുകൂടി യങ്സിയുമായിട്ടുള്ള
പിന്നീടുള്ള എല്ലാ കോണ്ടാക്റ്റും അവൻ അതോടെ അവസാനിപ്പിക്കുകയാണ്. അവളോട് പിന്നെ മിണ്ടാനോ അവളുടെ പിറകെ നടക്കാനോ സൗഹൃദം കൂടാനോ ഒന്നും തന്നെ സുവോ പോയിട്ടേ ഇല്ല. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം 2015 ആവുമ്പോഴേക്കും സ്റ്റേറ്റ് ലെവലിൽ നല്ലൊരു സ്വിമ്മറായി കരിയർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സുവോ. അവന് പക്ഷെ അപ്പോഴും നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു താരമാകണം എന്നതാണ് ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് അപ്രതീക്ഷിതമായി യങ്സിയും സുവോയും കണ്ടുമുട്ടുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ചെന്നിനെ അടിച്ചു എന്ന് പറഞ്ഞ് യങ്സി സുവോയോടും അതേപോലെ താൻ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ് സുവോ യങ്സിയോടും മിണ്ടാതായെങ്കിലും ഇപ്പോൾ ഇവർ കണ്ട് സംസാരിക്കുന്നു. അവളാകട്ടെ ഒരു ഫാഷൻ മോഡലായി വർക്ക് ചെയ്യാണ്. ഇപ്പൊ തന്നെ അവൾക്ക് അർജന്റായി ഒരു ഷൂട്ടിങ്ങിന് പോകേണ്ടതുണ്ട്. പക്ഷെ അവിടേക്ക് ഏറ്റിരുന്നവർ വാഹനം വിടാതെ മറ്റെന്തോ തിരക്ക് കാരണം ഒഴിഞ്ഞു മാറുന്നു. അവൾക്ക് വളരെ അർജന്റായി അങ്ങോട്ടേക്ക് പോകേണ്ടതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവൻ ഞാൻ അങ്ങോട്ടേക്ക് ഒരു റൈഡ് തരാമെന്ന് പറയുമ്പോൾ അവൾ അത് അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഷൂട്ടിങ്ങിനായി സുവോ യങ്സിയെ കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവൾക്ക് ആ ഒരു ഷൂട്ടിംഗ് സെറ്റ് ആവാത്തത് കൊണ്ട് അവളെ അതിൽ റീപ്ലേസ് ചെയ്യാണ്. അങ്ങനെ ആകെ മൂഡ് ഓഫ് ആയി കിട്ടിയ ചാൻസും പോയി സങ്കടപ്പെട്ട് തിരിച്ചു വരുന്ന യങ്സിയെ ചിയറാക്കാനായി അവൻ അവളെ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ നല്ല മനോഹരമായ കടൽക്കാറ്റ് ഏറ്റിരിക്കുന്ന ടീം അവരവിടെ ഇരുന്ന് സ്കൂൾ കാലഘട്ടത്തിലെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുന്നു. അതിന്റെ ഇടയിൽ സുവോ യങ്സിയെ കിസ് ചെയ്യാനായി വരുമ്പോൾ പെട്ടെന്ന് അവളത് തടുക്കാണ്. അങ്ങനെ വീണ്ടും രണ്ടുപേർക്കും ഇടയിൽ ഒരു ഓക്വേർഡ് ഫീലിംഗ് വരുന്നു. തിരിച്ചുള്ള യാത്ര വളരെ കനമേറിയതായിരുന്നു. രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനോ പരസ്പരം മുഖത്ത് നോക്കാനോ ആവുന്നില്ല. അങ്ങനെ ഒരിടയ്ക്ക് അകന്നുപോയ ഈ റിലേഷൻ വീണ്ടും കണ്ടുമുട്ടി നല്ലൊരു ബോണ്ടിങ്ങോട് കൂടി മുന്നോട്ട് പോയപ്പോൾ ഇപ്പൊ വീണ്ടും ഒരു വിള്ളല് അതിൽ വീണിരിക്കുന്നു. അങ്ങനെ പരസ്പരം കോണ്ടാക്ട് ചെയ്യാതെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പക്ഷെ ആദ്യം ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത് സുവോ ആണ്. അവൻ ഒരു ദിവസം യങ്സിയെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ നാഷണൽ ലെവലില് സ്വിമ്മിങ്ങിൽ മത്സരിക്കാനായി പോകുന്നുണ്ട് ഒരു ചാമ്പ്യൻഷിപ്പിന്, അത് കാണാനായി നീ വരണമെന്ന് അവളെ ക്ഷണിക്കുന്നു. അവളും വളരെ സന്തോഷത്തോടെ വരാമെന്ന് സമ്മതിക്കുന്നു. കാരണം നാഷണൽ ലെവലിൽ അറിയപ്പെടുക എന്നത് ഇവന്റെ വലിയ ആഗ്രഹമാണെന്ന് അവൾക്കറിയാം. അങ്ങനെ കോമ്പറ്റീഷന്റെ ദിവസം വന്നെത്തുന്നു. മത്സരം കാണാനായി യങ്സി പുറപ്പെടുന്നുണ്ടെങ്കിലും അതിശക്തമായ മഴ കാരണം വലിയ ട്രാഫിക് ബ്ലോക്കും ഒക്കെയായി അവൾ ആകെ റോഡിൽ സ്റ്റക്കായി പോകുന്നു. മത്സരം ആരംഭിക്കാറാവുമ്പോഴും അവൾ വന്നിട്ടില്ല. അവൾ ഒരു പക്ഷേ തന്നെ കാണാനായി പുറപ്പെട്ട് ബ്ലോക്കിലൊക്കെ പെട്ട് ആകെ വിഷമിച്ചിരിക്കായിരിക്കാം എന്ന് പുറത്ത് ഭയങ്കര മഴയും കൊടുങ്കാറ്റും ഒക്കെ കാരണം യാത്രയൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കണ്ട് മനസ്സ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന അവന് ആ ഒരു മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവൻ അത് ക്വിറ്റ് ചെയ്ത് അവളെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ തന്റെ ഏറെ നാളത്തെ ആഗ്രഹമായ ആ സുപ്രധാന മത്സരം വേണ്ടാന്ന് വെച്ച് അവൻ അവളെ കാണാനായി പോകുന്നു. ഒടുക്കം റോഡിൽ അവളെ കണ്ടുപിടിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ അവൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം കാലാവസ്ഥ വളരെ മോശമായി ഒരുപാട് പേര് അതിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് കാണുന്നവൻ വളരെ ഇമോഷണലായി അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവൻ ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ടാന്ന് വെച്ച് തന്നെ തേടി വന്നു എന്നത് അവളെയും വളരെ ഇമോഷണൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അവളും അവനെ വളരെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും കെട്ടിപ്പിടിക്കുന്നു. ആ ടീം അവൻ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ അതിന് മറുപടി കൊടുക്കാതെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായി അവനോട് ആവശ്യപ്പെട്ട് തിരിഞ്ഞു നടക്കുന്നു. അപ്പോഴാണ് ശക്തമായി കാറ്റടിച്ച് അവിടെ ബിൽഡിങ്ങിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു ബോർഡ് മറിഞ്ഞ് അവളുടെ ദേഹത്തേക്ക് വീഴാൻ പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ വേഗം വെപ്രാളത്തിൽ അവളെ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും അവൻ അതിൽ അപകടത്തിൽപ്പെടുന്നു. തുടർന്ന് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ അവൻ ഇനി നീന്താൻ സാധിക്കില്ല, കാലിന് സാരമായി പരിക്കേറ്റിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. അതിൽ അവന് നല്ല സങ്കടം ഉണ്ടെങ്കിലും ആ സങ്കടം ഒരിറ്റുപോലും ഇല്ലാതെ മായ്ക്കുന്ന രീതിയിൽ വളരെ ഹാപ്പി ആയ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ആ നിമിഷം സംഭവിക്കുന്നു. മറ്റൊന്നുമല്ല, അവൻ മുന്നേ പ്രപ്പോസ് ചെയ്തതിന് ഇപ്പോൾ യെസ് എന്ന മറുപടി നൽകിയിരിക്കുകയാണ് യങ്സി. അവൾ അവനെ കിസ് ചെയ്ത് അവളുടെ ഉള്ളിലെ ഇഷ്ടം ഇപ്പോൾ തുറന്നു പറയുന്നു. കാരണം ഇവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തവനെ ഇനിയും ഇഷ്ടപ്പെടാതിരിക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ. അങ്ങനെ പിന്നീട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനായി തുടങ്ങുന്നു. ഈ ടീം തന്റെ കാലിന്റെ ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി ഫിസിയോതെറാപ്പിയും മറ്റുമായി സുവോ മുന്നോട്ട് പോകുമ്പോൾ യങ്സിക്കാകട്ടെ ഒരു ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നു. അങ്ങനെ തരക്കേടില്ലാതെ രണ്ടുപേരുടെയും ലൈഫ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞ് 2017 എത്തുന്നു. ഇപ്പോഴും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടും തന്റെ ആരോഗ്യനില പഴയതുപോലെ ആയിട്ടില്ല. തന്റെ കൈക്കും കാലിനും ഒക്കെ വന്ന കേടുപാടുകൾ മാറിയിട്ടില്ല. നീന്താൻ തനിക്കിപ്പോഴും സാധിക്കില്ലെന്ന് അവന് മനസ്സിലാവുന്നു. അതവനെ വളരെ അപ്സെറ്റ് ആക്കുന്നുണ്ടെങ്കിലും തന്റെ കൂടെ ഇപ്പോൾ ലൈഫ് മുന്നോട്ട് കണ്ട് ജീവിക്കാനായി ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ട് തളർന്നിരിക്കാതെ മറ്റു പല ജോലികളും ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നവൻ അതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനെ നിർബന്ധിച്ച് അവൾ ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരിപ്പോൾ ചെന്നിരിക്കുന്ന മോളില് വളരെ എക്സ്പെൻസീവ് ആയ ഒരു ഷോപ്പില് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനായി അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സുവോ എനിക്ക് ഇത്രയും വില കൂടിയത് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അവൾ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. അവിടെ അവൾ അവന് ട്രൈ ചെയ്യാനായി കൊടുക്കുന്ന ഷർട്ട് കണ്ട് അവൻ അന്തം വിടുന്നുണ്ട്. കാരണം അതിന്റെ പിറകിൽ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ച് യങ്സി തന്നെ വരച്ച ഒരു പിക്ചർ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിക്ചറിലുള്ളത് സുവോ തന്നെയാണ്. യങ്സി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവൾ പുതുതായി ഇറക്കിയ ഈ ഒരു ഡിസൈൻ വളരെ ശ്രദ്ധിക്കപ്പെടുകയും അതിന്റെ മാസ് പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ചില യൂണിറ്റുകൾ ഈ കടയിലേക്ക് സെയിലിന് വന്നതാണ്. കൂടാതെ താൻ നന്നായി പെർഫോം ചെയ്യുന്നതിന്റെ ഭാഗമായി കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിനായി കമ്പനിയിലെ ചില സ്റ്റാഫ്സിനെ കൂടുതൽ നന്നായി ഈ ഫീൽഡിൽ പഠിച്ച് കൂടുതൽ ഡിസൈൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായി ഏകദേശം 2 വർഷത്തെ ഒരു കോഴ്സിന് വിദേശത്തേക്ക് വിടുന്നുണ്ടെന്നും തനിക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെന്നും അവൾ പറയുന്നു. പക്ഷെ ഞാൻ പോകണോ വേണ്ടോ എന്ന് തീരുമാനിച്ചില്ല, എനിക്ക് നീയുമായി ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് അവൾ പറയുമ്പോൾ മുന്നും പിന്നും ആലോചിക്കാതെ ഇത് നിന്റെ കരിയറിന് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് വേറെ ലെവലിൽ ഫാഷൻ ഡിസൈനർ ആവാം, അതുകൊണ്ട് ഇത് മിസ് ചെയ്യാതെ പോകണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് യങ്സിയുടെ അച്ഛൻ മരിക്കുന്നത്. തുടർന്ന് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവരുടെ സ്കൂളിൽ പഠിച്ച ചില കൂട്ടുകാരൊക്കെ എത്തുന്നുണ്ട്. അവിടെ വെച്ച് ചടങ്ങിനൊക്കെ ശേഷം ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന സുവോ അവന്റെ കാലിനും കൈക്കും ഒക്കെ പരിക്കേറ്റ കാര്യം പറയുന്നു. ഞാൻ യങ്സിയെ സ്കൂളിൽ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ അവളെ രക്ഷിക്കാനായി അന്ന് ഞാൻ അപകടത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു. എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ നല്ലൊരു കരിയറിൽ ഞാൻ എത്തിയേനെ. ആ ഒരു സംഭവത്തിന് ശേഷം എന്റെ ജീവിതത്തിലെ എല്ലാ ഭാഗ്യവും നഷ്ടപ്പെട്ടു. ഇപ്പൊ ഏത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഞാനത് പാസ്സാവുന്നില്ല എന്നല്ല സുവോ സങ്കടപ്പെട്ട് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് യങ്സി കേൾക്കുന്നു. എന്നെ കണ്ടുമുട്ടിയത് നിനക്കിപ്പോ വലിയ തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് അവള് വളരെയധികം സങ്കടപ്പെടുമ്പോ അപ്പോഴാണ് അവൻ പറഞ്ഞ തെറ്റിന്റെ ആഴം മനസ്സിലാവുന്നത്. എന്തായാലും അതോടുകൂടി അവൾക്ക് ഇവനോട് വലിയ ദേഷ്യമാവുന്നു. നീ എന്റെ അച്ഛനെ പോലെ തന്നെയാ, ജീവിതത്തിൽ നടക്കുന്ന എല്ലാ അനിഷ്ടങ്ങൾക്കും എന്റെ അമ്മയും പഴിചാരുകയാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത്, നീയും ഇപ്പൊ അതുപോലെയല്ല ചെയ്യുന്നതെന്ന് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി അവനോട് വലിയ ദേഷ്യമാകുന്ന അവൾ മുന്നത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ച് പോവണ്ട എന്ന തീരുമാനത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ പോകാനായി തന്നെ തീരുമാനിക്കുന്നു. 2 വർഷത്തേക്ക് അവൾക്ക് മടങ്ങി വരാനായി സാധിക്കില്ല. എന്തായാലും അവളുടെ മടങ്ങി വരവ് കാത്ത് താൻ ഇവിടെ തന്നെ കാണുമെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. ഇവൻ അവൾക്ക് തന്നോട് ദേഷ്യമാണ് എന്നറിഞ്ഞിട്ട് പോലും അവനിപ്പോ അവൾക്ക് വേണ്ടി അവൾ പോയ ശേഷം കാത്തിരിക്കുമ്പോൾ അവൾ എഴുതിയ ഒരു ലെറ്റർ അവന് കിട്ടുന്നു. സ്കൂളിൽ വെച്ച് ഇവൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അവൾക്ക് നല്ല വ്യക്തമായി അറിയാമായിരുന്നെങ്കിലും അത് മൈൻഡ് ആക്കാതെ നടന്നതിൽ ഇപ്പോൾ തനിക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ട് എന്ന് പറയുന്ന അവൾ അവനുമായി സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും താൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പക്ഷെ അവന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് താനാണല്ലോ കാരണം എന്നത് അവന്റെ വായിൽ നിന്ന് തന്നെ കേട്ട് തന്റെ മനസ്സാകെ സങ്കടത്തിലായെന്നും ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ആണ് നല്ലതെന്നും അവനോട് പറയുന്നു. തന്റെ അന്നത്തെ പ്രവൃത്തി അവളെ വളരെയധികം സങ്കടപ്പെടുത്തിയെന്ന് അവനറിയാം. എന്തായാലും പിന്നീട് അതിനുശേഷം അവൾ അവന്റെ മുന്നിലേക്ക് മടങ്ങി വന്നിട്ടേയില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ 2021 ആകുമ്പോഴേക്കും സുവോ ഒരു ഹൈസ്കൂളിലെ സ്വിമ്മിംഗ് കോച്ചായി ജോലി ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു തന്റെ സ്റ്റാഫ് റൂമിലേക്ക് എത്തുന്ന ടീമാണ് ഒരു കത്ത് സുവോയ്ക്ക് ലഭിക്കുന്നത്. അത് വെറും ഒരു കത്തല്ല, ഒരു ക്ഷണക്കത്താണ്. അയച്ചിരിക്കുന്നത് യങ്സിയാണ്. അവളുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്തായിരുന്നു അത്. ഇത് കാണുന്ന അവന്റെ മനസ്സ് പെടയുന്നു. ആ കല്യാണത്തിന് പോകണമെന്ന് ആദ്യം അവൻ തീരെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിന്നീട് ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്, അവളെ പോയി അവസാനമായി കാണണം, അവൾ സന്തോഷവതിയായി ഇരിക്കട്ടെ എന്ന് കരുതി അവൻ ആ വിവാഹത്തിന് പോകുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അന്ന് പിരിഞ്ഞു കഴിഞ്ഞ് ഇവർ ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അവിടെ വെച്ച് അവളെ കണ്ട് അവൻ നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ച് മടങ്ങുന്ന ടീം അവൻ ഇപ്പോഴും ഇട്ടിരിക്കുന്നത് അന്ന് അവൾ കൊടുത്ത അവൾ തന്നെ ഡിസൈൻ ചെയ്ത ആ ഒരു ഷർട്ടാണ് എന്നത് നമുക്ക് കാണാം. അവളൊരു പുതിയ ജീവിതത്തിലേക്ക് ഇപ്പോൾ കാലെടുത്ത് വെക്കുന്ന ഈ ഒരു സമയം അവൻ അവളുടെ കാര്യമോർത്ത് വളരെ ഹാപ്പി ആണെങ്കിലും അവൾ തന്നെ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതോർത്ത് വളരെ സന്തോഷവാനാണെങ്കിലും അവളോട് അന്ന് പറഞ്ഞ വാക്കുകൾ ഓർത്ത് അവനോട് തന്നെ പൊറുക്കാനായി കഴിയുന്നില്ല. പക്ഷെ അവളുടെ ഓർമ്മകളിൽ അവൻ എന്നും ജീവിക്കും, അത് തീർച്ച. തന്റേതാകണമെന്ന് കരുതിയ തന്റെ പ്രണയിനി ഇന്നതേ മറ്റൊരാളുടേതാവുന്നത് ഏതൊരാണിനും അത്ര സുഖകരമായ ഒരു കാഴ്ചയല്ലെങ്കിലും അവൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നാലും സ്വന്തം തെറ്റ് തന്റെ പ്രണയത്തെ തട്ടിക്കളഞ്ഞല്ലോ എന്ന് സ്വന്തമായി സ്വല്പം ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് മടങ്ങുന്നത് നമുക്ക് കാണാം. അതോടുകൂടി ഈ ഒരു നഷ്ട പ്രണയകഥ ഇവിടെ അവസാനിക്കുന്നു. കഥ കണ്ടു വന്നപ്പോൾ അവർ ഒന്നിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. അല്ലെങ്കിലും ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, അത് ഒന്നിക്കുന്നതിനേക്കാൾ മനസ്സിൽ തട്ടുക ഇതുപോലെ അകലുമ്പോഴായിരിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.